SCG ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റോ? എവിടെ? കോതമംഗലം. കോതമംഗലം. ഓക്കെ ഓക്കെ. എങ്ങനെ പോകുന്നു കാര്യങ്ങള്? കാര്യങ്ങൾ ഭംഗിയായി പോകുന്നു. ആ ഒരു കാലഘട്ടത്തില് നമ്മുടെ വിധവകായിരുന്ന സ്ത്രീകള് ആ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ അല്ലെങ്കിൽ മുഖ്യധാരയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവരെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം സമൂഹത്തിലുണ്ടായിരുന്നു. ആ അതിൽ നിന്ന് വളരെ മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വന്നു. വിദ്യാഭ്യാസപരമായും സാമൂഹ്യപരമായും ഒക്കെ നമ്മുടെ മാറ്റങ്ങൾ ഉൾക്കൊള്ളേണ്ടി വന്നു, സാഹചര്യങ്ങൾ വന്നു. അപ്പോൾ എൻ്റെ വ്യക്തി ജീവിതത്തിൽ എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് 8 വർഷമായി. ഈ പൊതുരംഗത്തേക്ക് വന്നപ്പോഴാ? അതിന് മുമ്പാണോ? ഞാൻ എൻ്റെ ഭർത്താവ് ഉള്ളപ്പോൾ 2000-ലാണ് ഞാൻ ആദ്യമായിട്ട് വരുന്നത്. അദ്ദേഹത്തിന് എന്തായിരുന്നു പരിപാടി? അദ്ദേഹത്തിന് ബിസിനസ് ആയിരുന്നു. 2000 ആദ്യമായി ഞാൻ ഇലക്ഷൻ നിൽക്കുന്നു. ഞാൻ അന്ന് പിണ്ടിവന ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായിരുന്നു. അതിനുശേഷം ദാമ്പത്യ ജീവിതം ഇങ്ങനെ മുമ്പോട്ട് പോകുന്നു. ഭർത്താവ് 18 വർഷക്കാലം രോഗിയായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ ആയി മുമ്പോട്ട് പോയി. ഫസ്റ്റ് ടൈമിൽ ഒരു ജനപ്രതിനിധി ആകുമ്പോൾ നമുക്ക് സമൂഹത്തിൽ ഇറങ്ങി ചെല്ലുമ്പോൾ ഒരു പ്രതിസന്ധി വരുമ്പോൾ അതിനെ തരണം ചെയ്യാൻ പെട്ടെന്ന് നമുക്ക് ഒറ്റയ്ക്ക് ചെല്ലുമ്പോൾ പ്രയാസമുണ്ട്. അതിനെ നമ്മൾ ഭർത്താവ് എന്ന നിലയിൽ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോയി. അതിനുശേഷം ഭർത്താവ് രോഗാവസ്ഥയിലായിരുന്നു. 18 വർഷക്കാലം ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്ത് മുമ്പോട്ട് പോയി. ഭർത്താവ് 2018 മരിക്കുന്നു. അപ്പോൾ എനിക്ക് 48 വയസ്സുണ്ട്. അതിനുശേഷം വന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ എല്ലാവരും എന്നോട്, ഞാൻ ഒറ്റയ്ക്ക് വീട്ടിൽ ഇരുന്ന് ബുദ്ധിമുട്ടാകും, മകളുടെ കല്യാണം. അല്ല, ഈ ഹസ്ബൻഡ് മരിച്ചു കഴിഞ്ഞ് വീട്ടിൽ തന്നെ ഇരുന്നോ കുറച്ചു കാലം? 2 വർഷം ഇരിക്കേണ്ടി വന്നു. എന്തായിരുന്നു ഇരിക്കാൻ കാര്യം? നാട്ടുകാരെ പിടിച്ചിരുന്നാണോ? അത് നമുക്ക് തോന്നിയ ഒരു? അല്ല, ഞാന് അങ്ങനെ ഇരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഇരുന്നിട്ടില്ല. എൻ്റെ മകൾ പ്രഗ്നന്റ് ആയിരുന്നു എൻ്റെ ഹസ്ബൻഡ് മരിക്കുമ്പോൾ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് മരിച്ചതിന്റെ 15-ാമത്തെ ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. ഞാൻ അന്ന് എൻ്റെ മകളുടെ കൂടെ ഹോസ്പിറ്റലിൽ പോയി. ഞങ്ങൾക്ക് ക്രിസ്ത്യാനി കറക്റ്റ് 40 ദിവസം വരെ ഉണ്ട്. പക്ഷെ ഞാനതൊന്നും നോക്കിയില്ല. ഒന്നുകൊണ്ടല്ല, സമൂഹത്തിന്റെ ഒരു സത്യമാണ് ഒരു വേർപാട് എന്നുള്ളത്. വേർപാട് നമുക്ക് എപ്പോഴും വേദനാജനകമാണ്. സാറ് പറഞ്ഞതുപോലെ നമ്മുടെ വീട്ടിൽ ഒറ്റപ്പെടുന്നു, ഒരു മുറിയിലേക്കൊക്കെ ചെല്ലുമ്പോൾ നമുക്കതൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ പ്രിപ്പയർഡ് ആവണം. 15-ാമത്തെ ദിവസം ഞാൻ മോളുടെ ഡെലിവറിയെ ഹോസ്പിറ്റലിൽ പോയി. 8 ദിവസം കഴിഞ്ഞാണ് തിരിച്ചു വരുന്നത്. പിന്നെ കുറച്ച് നാൾ മോള് വീട്ടിലുണ്ടായിരുന്നു. അങ്ങനെ പോയി. പിന്നെ മകൻ 10-ാം സമൂഹമൊന്നും ഇല്ല. എനിക്ക് അങ്ങനെ ഒരു അനുഭവം എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. പിന്നെ എൻ്റെ മകൻ ഒരു കരുത്തയാണ്. ആണ്. മറ്റുള്ളവർ പറയുന്നത് നമ്മൾ നോക്കണ്ട, നമ്മുടെ ഹൃദയം നമ്മൾ പ്രിപ്പയർഡ് ആക്കണം. വേണ്ട.